Good afternoon, everyone. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon, ma'am. Okay. Good afternoon. Okay, then how are you all? Fine, ma'am. Fine, ma'am. Fine, ma'am. Fine. Fine, ma'am. Okay. Okay. Hope you all doing well. Okay. Yeah. So first of all, I introduce myself. I'm Ashwini, your English teacher. Okay. Rajini, please mute yourself. Yes. Okay. അപ്പോ ക്ലിയർ ആണോ? എന്റെ പേര് Yes, അശ്വതി Miss. എന്നാണ്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഓക്കെ, സോ എന്താ പ്രത്യേകിച്ച് ക്ലാസ്സോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. എനിക്ക് അതിനെ കുറിച്ച് അറിയണം. സോ ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഓക്കെ, റെഡി ആണോ? Yes. Yes. Okay. Yes, ma'am. Yeah. Yes. Then who is first? ആരാ ഫസ്റ്റ് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഓക്കെ, അതിന് തന്നെ ഒരു കാര്യം പറയട്ടെ. ഇംഗ്ലീഷ് ടീച്ചർ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു നിർബന്ധമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അത് വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ട് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കേണ്ട. ഓക്കെ, കൂൾ ആൻഡ് റിലാക്സ്. ഇംഗ്ലീഷിന് പൊതുവെ എല്ലാവർക്കും ഒരു പേടിയാണ്. പൊതുവെ എല്ലാ ക്ലാസ്സിലും ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പേടിയാണ്. ഇംഗ്ലീഷ് ടീച്ചർ വരുമ്പോ അയ്യോ ഇംഗ്ലീഷ് ആണോ, ഫുള്ള് ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണോ എന്നൊക്കെ ടെൻഷൻ പൊതുവെ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. സോ അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കാം. ഓക്കെ, സോ ഗ്രാമർ ക്ലാസ് ആണ്. ഓക്കെ, എന്ന് പറയാം. അപ്പോ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് പറയാമോ? എനിക്ക് ആരെയും അറിയില്ല. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെ പേരൊക്കെ പറയാം. പറയുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഇംഗ്ലീഷ് എങ്ങനെയാണ് മറ്റപ്പോ ഇംഗ്ലീഷ് എന്താണ് ഇംഗ്ലീഷ് എന്ന് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയോ, അല്ലെങ്കിൽ ഒട്ടും അറിയാത്തവരാണോ, അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പുള്ളവരാണോ? എന്താണ് ഇംഗ്ലീഷിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, റെഡിയാണോ എല്ലാവരും? ഓക്കെ, കോഴ്സിൽ ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കോഴ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാം മീൻസ് അല്ല കേട്ടോ. എക്സാമിന് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയിട്ടൊന്നുമില്ല. സോ ഒരു ലാംഗ്വേജ് സ്കിൽ അത്യാവശ്യമാണ്. അല്ലെ, ഏതൊരു ജോലിക്ക് പോയാലും നമുക്ക് അത്യാവശ്യമാണ്. ലാംഗ്വേജ് സ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോ, അല്ലെ? പണ്ട് നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പോ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കോഴ്സിൽ ആ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ് നിൽക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ക്ലാസ് എങ്ങനെയാണ്? സൈലന്റ് ആണോ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ എല്ലാവരും സംസാരിക്കണം കേട്ടോ. മറ്റ് ക്ലാസ്സുകളെ പോലെ അല്ല, സംസാരിക്കണം. ഇന്ററാക്റ്റീവ് ആണ്. ഇന്ററാക്ഷൻ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ് വരാം. അതുകൊണ്ട് ഇമോജീസ് മാത്രം പോരാ, സംസാരിക്കണം. ഓക്കെ, എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. അശ്വതി. ഓക്കെ, സംസാരിക്കുന്നില്ല എല്ലാരും? ഓക്കെ. Okay, ma'am. Okay, Miss. Okay, ma'am. Okay, Miss. ഓക്കെ, Okay, ഞാൻ Miss. ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എനിക്ക് ആരെയും അറിയില്ല. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ എനിക്കും നിങ്ങൾ അറിയണ്ടേ? സോ ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഓക്കെ, എന്താ ഉണ്ടാതെ? Hi, ma'am. ഞാൻ രജനി സുധിയൻ. രജനി വോയിസ് ക്ലിയർ അല്ലല്ലോ. രജനി എന്നാണ് കേട്ടോ. ഞാൻ പ്രൊഫൈൽ നോക്കിയാണ് വിളിക്കുന്നത് കേട്ടോ. പ്രൊഫൈൽ രജനി എന്നാണ്. വോയിസ് ക്ലിയർ അല്ല. രജനി കേട്ടോ? കേൾക്കാം, പക്ഷെ ഡിസ്റ്റർബ്.
ഓക്കെ കേക്കാവോ? കേക്കാവോ? ഞാൻ കോട്ടയം കോട്ടിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ജോലി നടക്കുന്നു ഇപ്പൊ. 2 കുട്ടികളാണുള്ളത്. ഞാൻ വീട്ടമ്മയാണ്. ഞാൻ പ്രോപ്പർ സ്ഥലം മുണ്ടക്കയം ഇളങ്കാടെന്ന് പറയും. ഓക്കെ, ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്ന കൂട്ടത്തിലാണോ അല്ലെങ്കിൽ ഒട്ടും അറിയില്ല? ഒട്ടും അറിയില്ലെങ്കിൽ എല്ലാവരും അറിയില്ല എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? ഇതൊന്നും വേണ്ട കേട്ടോ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. ഓക്കെ, അറിയാമെങ്കിൽ അറിയാമെന്ന് പറയാം. ഓക്കെ, രജനി എങ്ങനെയാണ് ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഇംഗ്ലീഷ് അത്യാവശ്യം ഉപയോഗിക്കും. ഓക്കെ, അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ അറിയാം. Okay. Yeah. Okay, Rajini. Then who is next? Okay. Yeah. Rajini, എന്തെങ്കിലും പറയാൻ വന്നതാണോ? എന്തോ? എന്തെങ്കിലും പറയാൻ വന്നതാണോ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരാ? ആരുല്ല? 50. എന്റെ പേര് ഐഷ. ഓക്കെ. ഫ്രം പാലക്കാട്. ഇംഗ്ലീഷ് കുറച്ച് അറിയാം, മാനേജ് ആക്കാൻ പറ്റും. എങ്ങനെയാണ് ഗ്രാമർ എങ്ങനെയാണ്? ഗ്രാമർ ആണ് കുറച്ച് പേടി മാം, ബട്ട് എങ്ങനെയെങ്കിലൊക്കെ പഠിക്കും. ഓക്കെ, കുറച്ചൊക്കെ അത്യാവശ്യം നമുക്ക് അറിയാം, പിടിച്ചേക്കാം അല്ലേ? യെസ് മാം, പിടിച്ചു നിൽക്കാൻ പറ്റും. Yeah. Then next one. Rashida. My name is Rashida. 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 Okay. തൃശ്ശൂരാണ്, തൃശ്ശൂര്. ഞാനിപ്പോ ഉള്ളത് അബുദാബിയില്. ഓക്കെ, നെക്സ്റ്റ് മന്തിൽ അങ്ങോട്ട് വരും. പിന്നെ ഇംഗ്ലീഷ് സ്പോക്കണിങ്ങിന് പോയിരുന്നു. പിന്നെ ഗ്രാമർ സെക്ഷൻ നോക്കാന്നുണ്ടെങ്കിൽ വലിയ രീതിയിലൊന്നും അറിയില്ല. എന്തെങ്കിലും എനിക്ക് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കൊക്കെ പിടിച്ചിട്ട് നിൽക്കാൻ പറ്റും. ഗ്രാമർ ഓക്കെ അല്ല എന്നാണ് പറയുന്നത്. ഗ്രാമർ ഓക്കെ കറക്റ്റ് ആയിട്ട് വലിയ ഗ്രാമർ ഒന്നും മക്കളെ ഇതാക്കുമ്പോഴേ ഒരുവിധം കുഴപ്പമില്ല, എനിക്ക് അറിയാം. മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് മോനിക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ആയിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആരാ? നീതു. നീതു. എന്റെ പേര് നീതു. ഞാൻ ആലപ്പുഴ അമ്പലപ്പുഴ ആണ് താമസം. പിന്നെ ഇംഗ്ലീഷ് ഒരുവിധമൊക്കെ അറിയാൻ. അത് കണക്ക് തന്നെ മോനുണ്ട്, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അവനെ പഠിപ്പിച്ചൊക്കെ കുറേശ്ശെ അറിയാം. ഓക്കെ, എല്ലാരും മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാൻ പറ്റും. ഓക്കെ, then ഇനി നെക്സ്റ്റ് ആരാ? ഇനി നെക്സ്റ്റ് ആരാ? ആരും സംസാരിക്കുന്നില്ല. പിന്നെ സംസാരിക്കാതിരുന്നാൽ ഇംഗ്ലീഷ് ക്ലാസ് ബോറാവൂട്ടോ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്തെങ്കിലും സംസാരിക്കും. Hello. My name is Fatima Zura. I am from Malappuram. ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം. ഞാനിപ്പോ സ്റ്റുഡന്റ് ആയിരുന്നു, MLT കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ ഇതിന് ജോയിൻ ചെയ്തതാ. ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം. ഓക്കെ ഫാത്തിമ. എന്റെ പേര് ഗോപിക. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. വീട്ടമ്മയാണ്. ഗ്രാമർ ബേസ് ഒന്നും ഇംഗ്ലീഷ് അങ്ങനെ അറിയൊന്നുമില്ല. സ്പീക്കിങ്ങിനും പുറകോട്ട് തന്നെയാണ്. ഓക്കെ ഗോപിക. ഇനി എന്റെ പേര് ഷെറി.
ഞാൻ തിരുവല്ലയിലാണ്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സ്കൂളില്. എനിക്കൊരു മോനുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ. Then ഓക്കെ, ഞാൻ ഈ മൂവീസ് നെക്സ്റ്റ് ഒന്ന് ചോദിക്കാൻ കാത്തിട്ടുണ്ട് കേട്ടോ. ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ മാം, ഞാൻ റിൻസിയ. ഞാൻ വരുന്ന പാലക്കാടില് ചെറുപ്പശ്ശേരി നിന്നാണ്. ഇംഗ്ലീഷ് കുഴപ്പമില്ല, പക്ഷെ ഗ്രാമർ ഒന്നും ഒട്ടും അറിയില്ല. ഓക്കെ, ഗ്രാമർ അറിയില്ല. എല്ലാവർക്കും ഇംഗ്ലീഷ് വായിക്കാൻ എഴുതാനൊക്കെ അറിയാം. ഓൾറെഡി ഏകദേശം നമ്മുടെ ആ ഒരു ജനറേഷൻ എങ്ങനെയാണ്, എല്ലാവർക്കും എഴുതാനും വായിക്കാനും കേട്ടാലൊക്കെ മനസ്സിലാവും. പക്ഷെ ഗ്രാമർ ഗ്രാമർ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. പൊതുവെ ഇങ്ങനെയാണ് ജനറേഷൻ, അങ്ങനെയാണ്. നമ്മൾ പഠിച്ച സിലബസ് അങ്ങനെ ആയിരുന്നു. നമ്മൾ പഠിക്കുന്ന ടൈമില് ഗ്രാമേഴ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സോ അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മീൻസ് എനിക്കും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രാമർ ആണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് എല്ലാവർക്കും. അങ്ങനെ തോന്നുന്നത് ഗ്രാമർ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അതായത് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്റ്റക്ക് വരുന്നു, ടെൻഷൻ വരുന്നു. ഇതിനൊക്കെ റീസൺ എന്താണെന്ന് അറിയോ? കറക്റ്റ് ആയിട്ട് ഗ്രാമർ അറിയില്ല, ലാക്ക് ഓഫ് വൊക്കാബുലറി. ഇതാണ് മെയിൻ റീസൺ വരുന്നത്. ഓക്കെ, അത് നമ്മള് സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു കുറച്ചെങ്കിലും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞ പ്രോബ്ലം തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്നത്, ആണോ? അതെ മാം. ഓക്കെ, അതാണ് പ്രോബ്ലം. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരുണ്ടോ? ഒട്ടും മീൻസ് ഗ്രാമർ അറിയാന്ന് ചോദിച്ചാൽ ഓക്കെ, എനിക്ക് ഗ്രാമർ അറിയാം, പക്ഷെ അറിയില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടോ? ഓപ്പൺ ആയിട്ട് സംസാരിക്കും കേട്ടോ. എനിക്ക് അറിയാനാണ്, കാരണം ക്ലാസ് എങ്ങനെ എടുക്കണം എനിക്കൊരു ഐഡിയ കിട്ടാനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ്, എങ്ങനെയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് അറിയാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷ് അറിയാവുന്നൊരു കൂടുതലുണ്ടെങ്കിൽ എനിക്ക് അത്രയും ബേസിക് ലെവൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒട്ടും അറിയാത്തൊരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഞാൻ ബേസിക് ലെവൽ തുടങ്ങിയേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒട്ടും അറിയാത്തവരെയായിരിക്കും നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യാം. കാരണം അവർ ഇംഗ്ലീഷ് എവിടെന്നെങ്കിലും പഠിക്കാനോ എന്ന് വിചാരിച്ച് അത്രയും ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഈ കോഴ്സിൽ അതും എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവരെ നമ്മൾ കുറച്ച് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമാണ്. ഓക്കെ, സോ അങ്ങനെ അറിയാത്തവരോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് റെസ്പോണ്ട് ചെയ്യാമോ? അതായത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്തവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഗ്രാമർ ഒട്ടും അറിയാത്തവരുണ്ടോ? ഗ്രാമർ അറിയില്ലെങ്കിൽ ഓക്കെ, അറിയില്ല എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നു കേട്ടോ. കാരണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന റെസ്പോൺസ് വരുമ്പോഴാണ്. അത് മാത്രമേ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ എനിക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് അറിയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണ്ടേ. ഗ്രാമർ കുറച്ചറിയാം. ഓക്കെ, ദെൻ അറൌണ്ട് 45 സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ റെസ്പോൺസ് അത്രയും അധികം വരുന്നില്ല, സൈലന്റ് ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഫിസിക്സ് അറിയാം. ഓക്കെ, അറിയാത്തവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ടാണ് മിണ്ടാത്തെ. ഗ്രാമർ ആവറേജ്, ഗ്രാമർ ഓക്കെ. കാരണം പൊതുവെ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു നിങ്ങള് എന്താണ് നാട്ടിലെ പോലെയൊക്കെ കാണുന്നവർ കുറച്ചുപേരൊക്കെ ഉണ്ടാകാം. ഗ്രാമർ ബുദ്ധിമുട്ടുണ്ട്, ഗ്രാമർ ബേസിക്സ് അറിയാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയൂട്ടോ. എനിക്ക് ബേസിക് തൊട്ട് അറിയണമെന്നുണ്ട്. ബേസിക് തൊട്ട് അറിയണമെന്നുണ്ട്. ഓക്കെ, ബേസിക് അറിയാം, വീക്കാണ്. ഓക്കെ, കുറച്ചറിയാം. ബേസിക് ചെയ്യണമെന്നാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നറിയാം. കേൾക്കുമ്പോൾ മനസ്സിലാകും, എങ്കിലും നമ്മൾ ജസ്റ്റ് നമ്മൾ കഴിവുകൾ ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ ബേസിക് കിട്ടുവാണ് നല്ലതായിരുന്നു. ഓക്കെ, ബേസിക് ആണ്. കുറച്ചറിയാം, ഗ്രാമർ പ്രശ്നമാണ്. ഓക്കെ,
ഇതിപ്പോ നമുക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാലോ, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ ഫോൺ ഉണ്ട്, ഗ്രാമർ അറിയാൻ. ഓക്കെ, ഫോൺ ഉണ്ട്. സോ ഇംഗ്ലീഷ് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമുക്ക് വായിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് പോയാലും നമ്മൾ അത്യാവശ്യം പിടിച്ചു നിൽക്കും. ഇംഗ്ലീഷ് തപ്പി തുടങ്ങുകയാണെങ്കിൽ സംസാരിച്ച് നമ്മൾ പിടിച്ചു നിൽക്കും. അതിനുള്ള വൊക്കാബുലറി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല ശരിക്കും, അല്ലെ? ഇംഗ്ലീഷ് എന്താണ്? കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം. ഒരു സെന്റൻസ് ആണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കാതെ ആരും തന്നെ ഇല്ല, ശരിയല്ലേ? അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള സെന്റൻസ് പറയണമെങ്കിൽ കുറച്ച് ഗ്രാമർ അറിഞ്ഞിരിക്കും. മനസ്സിലായോ? ഗ്രാമർ അറിയേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം നമ്മൾ മലയാളം സംസാരിക്കുന്നതും ഗ്രാമർ അറിഞ്ഞൊക്കെ തന്നെയാണ്. ഓക്കെ, കാരണം പ്രസന്റിൽ പറയുന്ന കാര്യം നമ്മൾ ആ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്തിട്ട് മലയാളം സംസാരിച്ചാൽ എങ്ങനെയുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ നമ്മൾ മലയാളം പഠിച്ചത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പഠിച്ചതല്ല, അതാണ് വ്യത്യാസം. നമ്മൾ അറിയാതെ പഠിച്ച ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ, പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല കേട്ടോ. ഇംഗ്ലീഷ് നമ്മുടെ ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് ഒരു പേടി സ്വപ്നമായിട്ട് കണ്ടുപോയ ഒരു സബ്ജക്റ്റ് ആണ്. അയ്യോ ഇംഗ്ലീഷാണ് അത് എന്തോ അങ്ങനെ പേടിപ്പിച്ചാണോ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ അങ്ങനെ പേടി വന്നാണോ എന്നറിയില്ല. പൊതുവെ എല്ലാവർക്കും പേടിയുള്ള ലാംഗ്വേജ് ആണ്. ഇവിടെ എനിക്ക് പോലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു. അത് ചെറുപ്പം പഠിച്ച ആ ഒരു ടൈമിന്റെ ഒക്കെ ആവാം. അതുകൊണ്ട് അതിനോട് ആ ലാംഗ്വേജിൽ ഒരു പേടിയാണ്, മൊത്തത്തിലൊരു പേടിയാണ്. ഓക്കെ, ആ പേടി നമ്മൾക്ക് ഇപ്പോഴും ഉണ്ട്, ശരിയല്ലേ? ഇപ്പോഴും ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോ പേടിക്കാത്തതായിട്ട് ആരും തന്നില്ല. ഒരു ഇന്റർവ്യൂവിന് പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലും ഇംഗ്ലീഷ് എന്ന് കേട്ടാൽ നമ്മളൊന്ന് പേടിക്കും. അതാണ് ഇംഗ്ലീഷിന്റെ പവർ. മനസ്സിലായോ? അപ്പൊ ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, എവിടെയും ധൈര്യത്തോടു കൂടി പോയി ആരുടെ മുറിയിലൊക്കെ സംസാരിക്കാൻ പറ്റും. കോൺഫിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഇംഗ്ലീഷ് ആ ലാംഗ്വേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. ഓക്കെ, പക്ഷെ ഏതൊരു ലാംഗ്വേജും നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റില്ല കേട്ടോ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്. ഓക്കെ, ബാക്കി എല്ലാ ലാംഗ്വേജിലും നമ്മുടെ മലയാളമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പൊ തമിഴ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഏകദേശം ഒരു കണക്ഷൻ ഉണ്ട് നമ്മുടെ ലാംഗ്വേജുമായിട്ട്. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല, ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യും. പക്ഷെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാല് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഷുവർ ആണ് കേട്ടോ, ആർക്കും സംസാരിക്കാൻ പറ്റും. അതിപ്പോ ബേസിക് ഒട്ടും ഇംഗ്ലീഷ് ബേസിക് ലെവൽ പോലും അറിയാത്തവർക്കാണെങ്കിൽ പോലും ശ്രമിച്ചാൽ പറ്റും, ശ്രമിക്കണം. ഓക്കെ, അതുകൊണ്ട് ഇപ്പോ ഈ കോഴ്സ് കൊണ്ട് എന്തായാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ ഈ കോഴ്സ് കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നൊരു മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വെറുതെ അത് പറ്റില്ല കേട്ടോ. മാമിന്റെ ക്ലാസ് കൊണ്ട് മാത്രം ഇംഗ്ലീഷ് പഠിക്കാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം നിങ്ങൾ എന്തായാലും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് പോലും ചേരാത്ത, അറ്റൻഡ് ചെയ്യാത്ത ആരും തന്നെ ഈ ക്ലാസ്സിൽ ഉണ്ടാവില്ല പൊതുവെ, അല്ലെ? ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി യൂട്യൂബിൽ വീഡിയോ കാണാത്തവരുണ്ടാവില്ല. ശരിയാണോ? ശരിയാണ് മാഡം. ശരിയാണ്. കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പറയുന്നുണ്ടോ? ലാംഗ്വേജ് പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ, ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. യൂട്യൂബിൽ വീഡിയോസ് കാണുന്നുണ്ട്, എല്ലാ ഗ്രാമർ കോഴ്സിനാണെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ബുക്സ് വായിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ന്യൂസ് പേപ്പർ വരെ വായിച്ചവരുണ്ടാകാം ഇംഗ്ലീഷ് പറയാൻ വേണ്ടി. പക്ഷേ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഒരു സെന്റൻസ് വീട്ടിലാണെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരാൾ പോലും മുന്നിലുണ്ടാവില്ല. സംസാരിക്കാനേ പറ്റില്ല. പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഏതൊരു ലാംഗ്വേജ് നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് പ്രാക്ടീസേ ഇല്ല. ഒരു സെന്റൻസ് കൊണ്ട് ഒരു വാക്ക് പോലെ നമ്മൾ വീട്ടിൽ സംസാരിക്കില്ലല്ലോ, ഫ്രണ്ട്സിനോട് സംസാരിക്കില്ല, നിങ്ങളോട് സ്വയം സംസാരിക്കില്ല, ശരിയല്ലേ? എന്തിന് ടെക്സ്റ്റ് ചെയ്യുന്നത്? വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്, ടൈപ്പിംഗ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആകുമ്പോൾ ടൈപ്പിംഗ്, അത് വോയിസ് നോട്ട് ടോക്ക് ചെയ്തിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ നിങ്ങൾ വോയിസ് നോട്ട് ഇട്ടിട്ടുണ്ടോ? കോൾ യു ബാക്ക് എന്തെങ്കിലും നിങ്ങൾ വോയിസ് നോട്ട് ഇട്ടിട്ടുണ്ടോ? ഇല്ല, ചെയ്യൂല. അതങ്ങനെയാണ്. കളിയാക്കോ, അവരെന്ത് വിചാരിക്കും, ആ ഒരു മൈൻഡാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്.
മനസ്സിലായോ? ആ മൈൻഡ് എന്ന് നിങ്ങൾ മാറ്റുന്നോ അന്ന് നിങ്ങൾ ഒരു ലാംഗ്വേജ് സംസാരിച്ച് തുടങ്ങും. ഓക്കെ, അല്ലാതെ ഒരിക്കലും എത്ര ഗ്രാമർ പഠിച്ചാലും എത്ര ബുക്സ് വായിച്ചാലും എത്ര യൂട്യൂബ് വീഡിയോസ് കണ്ടാലും നിങ്ങൾ സംസാരിക്കില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ എപ്പോ പറയും, നിങ്ങൾ പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവനോട് സംസാരിച്ച് ഇംഗ്ലീഷ് പറഞ്ഞേനെ എന്ന് പറയുന്ന കുറച്ച് പേര്. അങ്ങനെ ഒരാൾ വേണ്ടി വെയിറ്റിംഗ് ആണ്, ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. ശരിയാണോ? അങ്ങനെ ആളെ കിട്ടിയിരുന്നെങ്കിൽ അവരോടെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് എനിക്കൊന്ന് ഫ്ലുവന്റ് ആകാമായിരുന്നു. ഇപ്പോഴും വെയിറ്റിംഗ് അല്ലേ? അങ്ങനെ ഒരാൾ ഇതുവരെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? എങ്ങനെ വരുമോ? പറയൂ, വരാൻ ചാൻസ് ഉണ്ടോ മറ്റൊരാള്? ഇല്ല. അത് ആദ്യം മനസ്സിലാക്കും കേട്ടോ. അങ്ങനെ ഒരാള് വരില്ല. ഓക്കെ, സ്വയം പഠിക്കുക, നിങ്ങളോട് തന്നെ സംസാരിക്കുക. വീട്ടില് മിററില്ലാത്ത വീട്ടിലല്ലോ, കണ്ണാടിയില്ല എല്ലാവരുടെ വീട്ടില്, കണ്ണാടി നോക്കി സംസാരിക്കുക. അല്ലെങ്കിൽ സ്വയം വാട്സാപ്പില് മെസ്സേജ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സ്വന്തമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റും. വേറെ ആരും കാണില്ല, കേൾക്കില്ല. ഓക്കെ, സോ പറയാൻ പറ്റുന്ന കാര്യങ്ങള് വോയിസ് നോട്ടായിട്ട് മെസ്സേജ് യുവർ സെൽഫ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കേട്ട് നോക്കാം, ഞാൻ എങ്ങനെയാണെങ്കിൽ സംസാരിക്കുന്നത് കേട്ട് നോക്കും. ഓക്കെ, ഓ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്, ഇതെന്റെ എനിക്ക് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഇത്രയും കറക്റ്റ് ആയിട്ട് ഇതെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ പറയേണ്ടത് എന്റെ ഒരു കടമയാണ്. കാരണം എന്റെ സ്റ്റുഡന്റ് ആണ്, നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഇത് ഇംഗ്ലീഷ് സംസാരിക്കണം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിൽ കൂടുതൽ എനിക്കും ആഗ്രഹമുണ്ട്. കാരണം ഞാൻ കാരണം ഒരാളെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ എനിക്ക് അത് ഇത്രയും ഞാൻ ഹാപ്പി ആയിരിക്കും. ഓക്കെ, പക്ഷെ ഞാൻ എന്തൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാലും ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇവിടെ നിന്ന് മിസ് തമ്പ കടിച്ചു പോകും, നോക്കി മിസ് ഞാൻ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോകും. ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞാൽ മടിയാവും. നാളെ പഠിക്കാം, അല്ലെങ്കിൽ ഇനി നാളെ സംസാരിച്ച് നോക്കാം. ഓക്കെ, ഈ നാളെ ഇങ്ങനെ വെച്ച് കോഴ്സ് കഴിയും. എന്നിട്ട് പറയും, അയ്യോ ക്ലാസ്സിൽ പോയിട്ട് ഒരു ഇംഗ്ലീഷ് പോലും ഞാൻ പഠിച്ചില്ല എന്ന് പറയും. അത് ആരുടെ കുറ്റാണെന്നറിയോ? ടീച്ചറിന്റെ കുറ്റാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്. ചിരിക്കണ്ട, അതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ പോലൊക്കെ തന്നെയാണ്, അത് മനസ്സിലാക്കും. അതുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് സ്വന്തമായിട്ട് മാറാം, ചേഞ്ച് യുവർ സെൽഫ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ആ നിമിഷം നിങ്ങൾ മാറാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ മാറാം, എന്നിട്ട് നിങ്ങള് ഇംഗ്ലീഷൊക്കെ പഠിച്ച് പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു മൊമെന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഓരോ ദിവസവും കിടക്കുമ്പോഴായാലും എണീക്കുമ്പോഴായാലും ഇത് മാത്രം ചിന്തിച്ചു നോക്കുക. കോൺഫിഡൻസ് ആയിട്ട് ഫ്ലുവൻസ് ആയിട്ട് നല്ല കറക്റ്റ് പ്രൊണൗൺസിയേഷനില് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ആഹാ, എന്താ രസമല്ലേ? ആലോചിക്കാൻ എന്ത് രസാ. പക്ഷെ ആലോചിച്ചു നോക്കിയിരുന്നത് കാര്യമുണ്ടോ? ഒരുപാട് നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്, ശരിയല്ലേ? അതിനുവേണ്ടി ആരെങ്കിലും പ്രയത്നിച്ചിട്ടുണ്ടോ? ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ? കുറവായിരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇപ്പോ എക്സാമ്പിൾ പൃഥ്വിരാജ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒത്തിരി രസമാണ് കേൾക്കാൻ, അല്ലേ? അതൊരു സുപ്രഭാതത്തില് പുള്ളി കിട്ടിയ കഴിവാണോ? അല്ല. ആരെങ്കിലും ഒരു ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് എനിക്ക് വരുമ്പോ കിട്ടുന്ന ഒരു കഴിവല്ലാട്ടോ അത്. ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ആണ്, ഹാർഡ് വർക്ക് ആണ്. ഓക്കെ, അത് ക്ഷമയോടുകൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. റിസൾട്ട് വരണമെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. തെറ്റുമോ എന്നുള്ള പേടി എന്താണെന്ന് അറിയോ? നമുക്ക് അതിനെ കുറിച്ച് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നമ്മളൊരു സെന്റൻസിൽ എനിക്കത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ദാറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഞാൻ പറയുകയാണെങ്കിലോ അത് ഐ ക്യാൻ അല്ലട്ടോ അവിടെ യൂസ് ചെയ്യേണ്ടത്, ഫുഡാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെയാണോ, ഫുഡാണോ എന്ന് ആലോചിച്ച് കുറച്ചു നേരം സ്റ്റക്കായിട്ട് നിൽക്കും, കാരണം അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഓക്കെ അവിടെ ക്യാൻ ആണ്, മനസ്സിലായോ?
ഫുഡ് അല്ലാട്ടോ ക്യാൻ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ എന്താ വേണ്ടേ? ഇംഗ്ലീഷ് നമ്മള് നന്നായിട്ട് അറിയണം, പഠിക്കണം. ഓരോ ഗ്രാമർ ആണെങ്കിലും ചെറുതാണെങ്കിലും ചെറുത് അറിഞ്ഞിരിക്കും, പഠിച്ചാലേ കിട്ടും. ഗ്രാമർ ഭയങ്കര ബോറിംഗ് ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഒന്നാമത് നമുക്ക് പഠിക്കാൻ മടി. ഓക്കെ, പിന്നെ ഗ്രാമർ എടുക്കുമ്പോൾ മനസ്സിലാവില്ല. നമ്മള് പണ്ടൊക്കെ വെക്കേഷന് പോയിരുന്നപ്പോ ഗ്രാമർ ക്ലാസ് അല്ലെ സ്പോക്കൺ ഇംഗ്ലീഷിന് പോകുമായിരുന്നു. ഓരോരുത്തരുടെ വേ ഓഫ് ടീച്ചിങ് വ്യത്യാസം ഉണ്ട് കേട്ടോ, അത് മനസ്സിലാക്കാൻ. ഓക്കെ, അതുകൊണ്ട് ആ ടൈമിൽ പോയപ്പോ നമുക്ക് അതിനോടൊരു മടുപ്പ് തോന്നിയിട്ടുണ്ട്. ഗ്രാമർ ഭയങ്കര ബോറിംഗ് ആണ് എന്നൊരു നമ്മുടെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ട്. ആ തോട്ട് ഇപ്പോഴും ഉണ്ട് എല്ലാവർക്കും കേട്ടോ. ഇപ്പൊ മാറിയിട്ടെന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട്. ഗ്രാമർ ഭയങ്കര ബോറിംഗ് ക്ലാസ് ആണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാല് അതിലൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കിൽ അത് പഠിച്ചാല് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങളുടെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ചോദിച്ചാൽ നിങ്ങൾ ഗ്രാമർ പറയും. ഓക്കെ, സോ ഇനി ഈ കോഴ്സോട് കൂടി ഗ്രാമർ അറിയില്ല എന്ന് ആരും പറയില്ല. ഓക്കെ, ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. ട്രിക്ക് പറയാം, വരട്ടെ. ഓക്കെ, അപ്പൊ ഗ്രാമർ ഈ കോഴ്സോട് കൂടി നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ, സെറ്റ് ആയിരിക്കും. എങ്ങനെ നോക്കിയാലും നിങ്ങൾ പറയും. ആരോടാണെങ്കിലും നിങ്ങൾക്ക് ഗ്രാമർ പറയാൻ പറ്റും, നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനേ പറ്റും. ആ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, പക്ഷേ ഉണ്ട്, ഒരു പക്ഷേ വരുന്നുണ്ടേ. സംസാരിക്കാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി ഞാൻ പറയില്ല. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ സംസാരിക്കണം. പക്ഷെ ആ ഒരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റില്ല. എന്തുകൊണ്ട്? റീസൺ പറയൂ. എന്തുകൊണ്ടാണ് അറിയോ? പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ആണ്, ഡ്യൂറേഷൻ അല്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്യണം. അത് ഒന്നാമത് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആണ്. യെസ്, ഓൺലൈൻ ക്ലാസ് ആണ്. ലിമിറ്റ്സ് ഉണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ നെയിം ആൻഡ് പ്രൊഫൈൽ പിക്ചർ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഞാൻ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് എനിക്ക് കുറച്ച് ടഫാണ്. അത് ഇപ്പൊ ഞാനിവിടുന്ന് വിളിച്ചു എന്ന് വിചാരിക്കൂ. ഒരാളെ ഞാൻ വിളിക്കുകയാണ്, ആള് എന്തൊക്കെ വന്നാലും അൺമ്യൂട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചു. നോക്കിയേ, ഞാൻ ടോപ്പിക് തന്നു പ്രസന്റ് ചെയ്യാനുണ്ട്, ഞാൻ ആളെ വിളിക്കുകയാണ്, ഗോപിക പ്രസന്റ് ചെയ്യൂ. ഗോപിക എന്ന് പറയുമ്പോൾ വിളിക്കുകയാണ്. ഗോപിക ചിലപ്പോൾ അവിടെ ഉണ്ടാവും കേട്ടോ, ക്ലാസ്സിൽ ഉണ്ടാവും. പക്ഷെ സംസാരിക്കാനുള്ള മടി കൊണ്ടും ടെൻഷൻ കൊണ്ടും പേടി കൊണ്ടും എന്ത് ചെയ്യും? അൺമ്യൂട്ട് ചെയ്യില്ല. അവിടെ ഇങ്ങനെ ഇരിക്കും, അൺമ്യൂട്ട് ചെയ്യാണ്ടിരിക്കും. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ? ഇല്ല. ഉണ്ടോ ഇല്ലയോ എനിക്ക് അറിയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കണം. എങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. അത് നിങ്ങൾ എത്ര ഗ്രാമർ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സോ അല്ലെങ്കിൽ ഗ്രാമർ കോഴ്സോ എത്ര കോഴ്സ് അറ്റൻഡ് ചെയ്താലും ഒരു കാര്യമില്ല. അതാദ്യം മനസ്സിലാക്കാം. അതുകൊണ്ട് എത്ര കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. യെസ്, നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തില്ല. അതാദ്യം മനസ്സിലാക്കും. ഓക്കെ, സംസാരിക്കേണ്ടത് നിങ്ങളാണ്, ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്, പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എത്ര നേരം ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. മനസ്സിലായോ? ടൈം ഇല്ലാന്ന് പറയും കുറെ പേര്. എനിക്ക് മക്കളുണ്ട്, വീട്ടിൽ പണിയാണ്, ഒട്ടും സമയമില്ല എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തും. ശ്രദ്ധിച്ചു നോക്കൂട്ടോ. അത് നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തും. മനസ്സിലായോ? പക്ഷെ ഈ ഒരു കാര്യത്തിന് എന്തും സമയം ഉണ്ടാകില്ല. കാരണം എന്താ? മടി. ഏറ്റവും വലുത് ആ മടിയാണ്. ആ മടിയെ അതിൽ തന്നെ മാറ്റാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, മിസ്സിന് ഉപദേശിക്കാൻ എളുപ്പമാണ് സ്ത്രീയിൽ ചിന്തിക്കും. ഉപദേശിക്കുന്നതല്ല കേട്ടോ, മാറാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ച് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ അതിനനുസരിച്ച് എന്തായാലും കിട്ടിയിരിക്കും. ഷുവർ ആണ് കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത്രയും ടഫ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല. നമ്മൾ അതിനെ സ്നേഹിക്കുന്നില്ല, നമ്മളെ അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നില്ല, അതിനുവേണ്ടി
എന്താണ് സമയം മാറ്റി വെക്കുന്നില്ല, പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷിനോട് നിങ്ങൾക്ക് ഒരു അകൽച്ച വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ലാംഗ്വേജ് നന്നായിട്ട് സ്നേഹിച്ചു നോക്കിയേ, ഇഷ്ടത്തോടെ ഒന്ന് പഠിച്ചു നോക്കിയേ, അത് തിരിച്ചു നമ്മൾ ഇഷ്ടപ്പെടും. മനസ്സിലായോ? പിന്നെ അത് പോകില്ല, കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ ആണോ? പറഞ്ഞതെല്ലാം കറക്റ്റ് ആയിരുന്നോ? അപ്പോ ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് ഈ കോഴ്സോട് കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്? യെസ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോ ഏകദേശം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഒരു അറൌണ്ട് 50 സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 40 ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതിപ്പോ ഫസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെയാണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും ഇതേപോലെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അതൊരു യൂഷ്വൽ കാഴ്ചയാണ്. ഓക്കെ, കാരണം ഇപ്പൊ കാണിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും കുറഞ്ഞു നിൽക്കും. ഓക്കെ, അങ്ങനെ കുറഞ്ഞാലേ എനിക്കൊന്നും ചെയ്യാതെ ഞാൻ ക്ലാസ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. ജോയിൻ ചെയ്ത് പഠിക്കുന്നവർക്ക് എന്റെ കൂടെ ഇരുന്ന് പഠിക്കാം, അല്ലാത്തവര് ലീവ് ചെയ്ത് പോകും. അത്രയേ ഉള്ളൂ കേട്ടോ. പൊതുവെ എങ്ങനെയാണ് ഇംഗ്ലീഷ് ക്ലാസ്? സോ എല്ലാവരും ഇംഗ്ലീഷ് പറയുമെന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം, ക്ലാസ് അത്രയ്ക്ക് ബോറിംഗ് ആണെന്ന് ചോദിച്ചാല് പൊതുവെ അങ്ങനെ ബോറിംഗ് ആയിട്ട് ആരോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, പൊതുവെ ഇംഗ്ലീഷിനോട് അത് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാല് എക്സാമിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുന്നവർ ഒരുപാട് പേര്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ, ഈ നിമിഷം വരെ എക്സാമിന് വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സ്കൂൾ ടൈം ആയിക്കോട്ടെ, കോളേജ് ടൈം ആയിക്കോട്ടെ, എല്ലാവർക്കും നമ്മൾ എക്സാമിന് വേണ്ടിയാണ് ആ ലാംഗ്വേജിന് അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും ആ ലാംഗ്വേജ് അറിയാത്തത്. മനസ്സിലായോ? ഇനിയെങ്കിലും എക്സാമിന് വേണ്ടി പഠിക്കരുത്, നമ്മൾക്ക് വേണ്ടി പഠിക്കും. ഏതൊരു ജോലിക്ക് പോയാലും ലാംഗ്വേജ് അത്യാവശ്യമാണ്, അത് മനസ്സിലാക്കും നിങ്ങൾ ആദ്യം. എല്ലാവർക്കും പുറത്ത് പോയി പഠിക്കാനാണ് ഇൻട്രസ്റ്റ്. അവിടെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. പറ്റുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഗതി കെട്ടാൻ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് കുറച്ചുകൂടി ഗ്രാമർ അറിയാമെങ്കിലോ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കില്ലേ, നമുക്ക് ധൈര്യം വരും. നമ്മൾ പറയുന്നത് കറക്റ്റ് ആണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത മേക്ക് ചെയ്ത സെന്റൻസ് കറക്റ്റ് ആണ് എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ട് ലാംഗ്വേജ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പണ്ടത്തെ പോലെ അല്ല ഇപ്പോ. ഓക്കെ, കുറച്ചെങ്കിലും അറിയണം. മാത്രമല്ല നമ്മളെല്ലാവരും പാരന്റ്സ് ആണ്, മക്കളുണ്ട്. മക്കളെ പഠിപ്പിക്കാനെങ്കിലും ലാംഗ്വേജ് ആണ്. കാരണം അവർക്ക് അറിയാവുന്ന പകുതിയെങ്കിലും നമുക്കറിയില്ല. മക്കൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് അതിനോട് മറുപടി പറയാനും നമുക്കറിയില്ല. നിങ്ങൾ കുറ്റം പറയുന്നില്ല കേട്ടോ, സിലബസിന്റെ കുറ്റമാണ്. നമ്മൾ പഠിച്ച ടൈമില് സിലബസിന്റെ കുറ്റമാണ്. ഓക്കെ, അതൊന്നും ഗ്രാമർ ഇമ്പോർട്ടന്റ് അല്ല, ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് അല്ല, എക്സാമിന് വേണ്ടി ഒരു സബ്ജക്ട് ആണ്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങളെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പഠിക്കൂ, സംസാരിക്കാൻ വേണ്ടി പഠിക്കൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കൂ. ആ ലാംഗ്വേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നമുക്ക് എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ജീവിതം ഉണ്ടല്ലേ, ലൈഫ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് കൊണ്ട് കിട്ടും. അത്രക്ക് പവർഫുൾ ആണ് ആ ലാംഗ്വേജ്. ഓക്കെ, അത് മനസ്സിലാക്കി അതിനെ ലാംഗ്വേജിനെ സ്നേഹിച്ച് പഠിക്കാൻ പോകും. ഓക്കെ, കൂടെ ഞാനുണ്ടാകും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒരു ടീച്ചറായിട്ടൊന്നും കണ്ടില്ല കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ട് ആയിട്ട് സംസാരിക്കാം. ഫ്രണ്ട്ലി ടോക്ക് മാത്രമേ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ കേട്ടോ, സ്ട്രിക്റ്റ് ഒന്നും അല്ല. ഓക്കെ, കൂൾ ആൻഡ് റിലാക്സ് ചെയ്ത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പൊതുവെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട്. എന്തിനാണോ അത്രയ്ക്ക് വേണോ, ഇങ്ങനെ ഉണ്ടാ പോരെ? ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ടെൻഷൻ എന്താണെന്ന് അറിയോ? അയ്യോ, മിസ് വന്നാലും മിസ്സിന് ഫുള്ള് ഇംഗ്ലീഷ് ആയിരിക്കുമോ, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണോ എന്നൊരു പേടി എല്ലാവർക്കും. അത് ഏത് ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും ആ ഒരു പേടിയുണ്ട് അല്ലെ? അത് എവിടെ എന്ത് പ്രോഗ്രാമിൽ പോയാലും, ഇപ്പൊ എന്ത് കോഴ്സിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടോ നമ്മൾ എവിടെയെങ്കിലും ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ആണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വലിയും.
ഞാൻ എങ്ങാനും അവരെങ്ങാനും എന്നോട് ഇംഗ്ലീഷ് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയണ്ടേ എന്ന് ഓർത്ത് ആ ഒരു കോഴ്സ് ആ ഒരു ക്ലാസ് ഫുള്ള് നമ്മൾ ടെൻഷൻ അടിച്ചായിരിക്കും കേൾക്കാം. ശരിയല്ലേ? ഇനി അവർ പറയുന്നത് ഫുൾ ഇംഗ്ലീഷിലായിരിക്കുമോ, ഇതിന് മനസ്സിലാവോ ഇതൊക്കെ ആയിരിക്കും പൊതുവെ എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യുമ്പോൾ, എല്ലാ ഇംഗ്ലീഷ് ക്ലാസ്സിലും ജോയിൻ ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ടെൻഷൻ. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഫുൾ ഇംഗ്ലീഷ് ഒന്നും അല്ല. എന്നാലും നമ്മൾ അത്യാവശ്യം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഫുൾ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാല് ഒന്നാമത് ഗ്രാമർ ആണ് എടുക്കുന്നത്. സോ എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ അല്ലെ? ഇംഗ്ലീഷ് ഫുൾ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നോ അല്ല ഞാൻ പറയുന്നത് കേട്ടോ. എടുക്കുന്ന പോർഷൻ മനസ്സിലാക്കണം, മനസ്സിലാക്കി പഠിക്കണം. ഇനിയെങ്കിലും മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ ഒട്ടും പഠിക്കില്ല. ഓക്കെ, സോ ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ഗ്രാമർ പോർഷൻ ക്ലിയർ ആക്കും. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ എന്താണ് എല്ലാവരും നിങ്ങളും ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, മലയാളം പറ്റുന്നുണ്ട്. സംസാരിക്കാൻ കോൺഫിഡൻസ് വരും ആ ടൈമിൽ നിങ്ങൾ സംസാരിക്കും. ഓക്കെ, പബ്ലിക് പ്രസന്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, സംസാരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? അൺമ്യൂട്ട് ചെയ്യാനൊരു പേടി, ഒരു ധൈര്യക്കുറവ് എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായോ? അതൊക്കെ മാറ്റണം. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ലാംഗ്വേജ് ആണെങ്കിലും സംസാരിക്കാൻ പറ്റൂ. ഓക്കെ, ഇന്നലെ വരെ ഈ നിമിഷം വരെയുള്ള ഞാൻ അങ്ങോട്ട് മാറ്റിയിരിക്കുക. ഞാൻ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ഇംഗ്ലീഷ് ക്ലാസ് മുതൽ എല്ലാവരും നല്ല ആക്റ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കാൻ റെഡി ആയിട്ട് വരാം, എന്നോട് സംസാരിക്കാൻ റെഡി ആയിട്ട് വരാം മലയാളത്തിൽ. ഇതിലും ഞാൻ പറയുന്നുണ്ട് മലയാളത്തിൽ, ഇംഗ്ലീഷിലല്ല. ഓക്കെ, മലയാളത്തിൽ സംസാരിക്കുക, അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുക. ആദ്യം ചെയ്യണതാണ്. കംഫർട്ടബിൾ ആവാം ക്ലാസ്സിൽ, എന്നോട് കംഫർട്ടബിൾ ആവാം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും പറ്റൂ, നമുക്ക് ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവരും ഓക്കെ മാഡം. Okay, ma'am. Okay, ma'am. Okay, ma'am. Okay, ma'am. Okay, ma'am. ഓക്കെ, ആ കൊള്ളാലോ. അപ്പോ ആക്റ്റീവ് ആണ് എല്ലാവരും അല്ലേ? അതെ ma'am. അതെ 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 മാം. അതെ മാം. അപ്പൊ മാറാൻ റെഡിയാണ്. റെഡിയാണ്. Ma'am. Yes, ma'am. I am ready, ma'am. ഓക്കെ. അൺമ്യൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോ എല്ലാവരും ഓക്കെ, വെരി ഗുഡ്. സോ ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ ഒരു എനർജിയും ഈ ഒരു സ്ട്രെങ്തും എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്ലാസ്സുകൾ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. റെക്കോർഡ് ക്ലാസ് കാണാമെന്ന് വിചാരിച്ചാൽ മഹാബോറാണ് കേട്ടോ. എന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും പൂഴ്ത്തി പറയുന്നില്ല. റെക്കോർഡ് ക്ലാസ് കാണുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. അത് അങ്ങനെയാണ്. കാരണം ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ചൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾ കാണുമ്പോ ഫോർവേഡ് അതൊക്കെ കാണേണ്ടി വരും, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ മാക്സിമം ഓൺലൈൻ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോഴേ കുറച്ച് ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്തുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കാം, നമുക്ക് സ്കൂളിൽ തന്നെ ഡൗട്ട് ചോദിക്കാം, അതൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. നോട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ നോക്കാം. ഒരു നോട്ട്ബുക്ക് അത്യാവശ്യമാണ്, കയ്യിൽ നോട്ട്ബുക്ക് വേണം. ഓക്കെ, ഫുള്ള് എത്ര ടീച്ചേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നതെന്ന് ചോദിച്ചാല് I think 4 or 5. Okay. പിന്നെന്താണ്, ഇംഗ്ലീഷ് എക്സാമിന് ഇംഗ്ലീഷ് ഇല്ല. അത് ഞാൻ വീണ്ടും പറയാണ്, എക്സാമിന് ഇംഗ്ലീഷ് ഇല്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്, എനിക്കല്ല. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും. അതങ്ങനെയാണ്. ഇനി അങ്ങോട്ടുള്ള കാലം അങ്ങനെയാണ്. ഇംഗ്ലീഷ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ മാക്സിമം അത് ഇവിടെ തന്നെ പഠിച്ചിട്ട് പോകുന്നു. എന്തായാലും നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തു, ഫീൽഡ് കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്.
അപ്പൊ കൂടുതൽ ഒരു ഇംഗ്ലീഷ് ക്ലാസ് കൂടെ ഉണ്ട് അല്ലെ. സോ അത് യൂട്ടിലൈസ് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം, പഠിക്കാൻ നോക്കാം. സോ ഇനിയിപ്പോ പറയാനുള്ളത് നമ്മള് ഗ്രാമർ ആണ് കേട്ടോ. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ അത് അത്രയും അതിനെനിക്ക് അറിയില്ല കേട്ടോ. അത് ഓരോ കമ്പനിയും ബേസ് ചെയ്തിരിക്കും ഇംഗ്ലീഷിലാണോ അറിയാൻ. ഓക്കെ, നമ്മുടെ കോഴ്സിന്റെ അവസാനത്തെ ഇന്റർവ്യൂ ഗ്രൂമിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊക്കെ പോകുന്നുണ്ട്, പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, ദെൻ ബുക്സ് ഓരോ ടീച്ചേഴ്സിനോട് ചോദിക്കും കേട്ടോ, ബുക്സ് വേണോ വേണ്ടയോ. കാരണം എനിക്ക് അറിയില്ല അവർക്ക് ഓരോ സബ്ജക്റ്റിന് ബുക്സ് വേണോന്ന് അറിയില്ല. പക്ഷെ ഇംഗ്ലീഷിന് ബുക്സ് വേണം. കാരണം മറ്റു സബ്ജക്റ്റ് എന്ന് വെച്ചാല് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടല്ലോ അല്ലെ. പക്ഷെ ഇംഗ്ലീഷിലും നോട്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ പ്രിപ്പയർ ചെയ്ത എന്റെ നോട്ട്സ് ഉണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ എക്സ്ട്രാ നോട്ട്സ് ഒക്കെ ഞാൻ ക്ലാസ്സിൽ പറയും, അത് നിങ്ങൾ എഴുതി എടുക്കേണ്ടി വരും. ഓക്കെ, അതിന് നോട്ട്ബുക്ക് അത് വേണം. ഓക്കെ, പിന്നെ ക്ലാസ്സില് നമ്മള് മെയിൻലി നമ്മള് ബേസിക് തുടങ്ങിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് ബേസിക് അറിയാത്ത സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്. കുറെ പേരൊന്നും അത് പറയാത്തതാണ് കേട്ടോ. കുറെ പേരൊന്നും പറയില്ല, ബേസിക് അറിയില്ല മിസ് എന്ന് പറയാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ഇപ്പോ ഈ ക്ലാസ്സിൽ അത്യാവശ്യം ക്വാളിഫൈഡ് ആയവരുണ്ട്, ക്വാളിഫിക്കേഷൻ കുറഞ്ഞവരുണ്ട്, ഗ്യാപ്പ് ഉള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, സോ ഓൾ കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലുണ്ട്. ക്ലാസ് നമുക്ക് അപ്ലോഡ് ചെയ്യില്ലേ, ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നോട്ട്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആരെയായിരിക്കണം? ഒട്ടും അറിയാത്തവരല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യണം. കാരണം അവർക്ക് അത്രയും അവർ ആഗ്രഹിച്ച് ക്ലാസ്സിൽ വന്നതാണ്, കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സോ നമ്മൾ അവരെയാണ് കുറച്ചുകൂടെ കൺസിഡർ ചെയ്യുക കേട്ടോ. അതുകൊണ്ട് ബേസിക് തുടങ്ങിയാണ് നമ്മൾ പഠിപ്പിക്കുക. അറിയുന്നവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്കും കുറച്ചുകൂടെ നല്ലതാണല്ലോ. ഓക്കെ, അപ്പോ ബേസിക് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാമർ ആണ്, ഗ്രാമർ എത്രത്തോളം നമ്മൾ ഈസി ആയിട്ട് പഠിക്കുന്നു അതിനെ കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, പ്രസന്റേഷൻ ചെയ്യാൻ പറയുമ്പോൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാല് എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ തന്നെ ഞാൻ മാറ്റി വയ്ക്കും. എനിക്ക് കാരണം നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ ആരോടും എന്താ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, മനസ്സിലായോ? അതുകൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് എല്ലാവരും പ്രസന്റ് ചെയ്യാം. അങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഗ്രാമർ ആണ്, ഗ്രാമർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ശ്രദ്ധിച്ചിരിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ചും എന്റെ ടീച്ചിങ്ങിനെ കുറിച്ചും എന്തൊക്കെയാണ് ക്ലാസ്സിൽ എടുക്കുന്നതെന്ന് പറയാനൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, സോ ഇത് നിങ്ങളോട് എന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് കേട്ടോ. ആസ് എ ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓക്കെ ആണോ? എല്ലാവരും കംഫർട്ടബിൾ ആണോ? ഇത്രയും നേരം ഞാൻ സംസാരിച്ചിരുന്ന നിങ്ങൾക്ക് എന്താണ്? ഓക്കെ ആണോ? നിങ്ങൾ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇമോജീസ് മാത്രം കേൾക്കണം, സംസാരിക്കണം. ഓക്കെ, അപ്പൊ ടീച്ചർ ആക്സെപ്റ്റ് ചെയ്തു. യെസ് മാം. ഓക്കെ, സോ ഹൗ ഡു യു ഫീൽ നൗ? ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതുവരെ ക്ലാസ് കേട്ടത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒരു കോൺഫിഡൻസ് വന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഓക്കെ, then ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നു തോന്നുന്നു. ഓക്കെ, യാ പറയൂ. എല്ലാവർക്കും എന്താണ് തോന്നിയത്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്ന് പറയൂ. ഫീഡ്ബാക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കോൺഫിഡൻസ് കൂടി. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് വന്നു. കോൺഫിഡൻസ് കൂടി. ഒരിക്കലും പഠിക്കാന്നറിയാം. കോൺഫിഡൻസ് കൂടി. ഓക്കെ, പഠിക്കാൻ പറ്റും. ഗ്രാമർ ഇംപ്രൂവ് ആവും. എന്തോ
ഗ്രാമർ ഇമ്പ്രൂവ് ആവുന്ന തോന്നുന്നുണ്ട്. ഓക്കെ. ഇനി ഇത്രയൊക്കെ പറയാനുള്ളോ? കഴിഞ്ഞോ? നിങ്ങൾക്ക് ഇതിനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? ഹലോ മാം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയതുകൊണ്ട് മാമിനോട് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഇംഗ്ലീഷിലെ കുറച്ചും കൂടി ഭേദമായി, കുറച്ചും കൂടി എന്റെ സ്കിൽസ് ഒന്ന് ഇമ്പ്രൂവ് ആയനെ. താങ്ക് യു മാം. ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലേ? ഓക്കെ, നമുക്ക് വഴി സംസാരിക്കാം. കാരണം അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചാല് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവരാണ് ക്ലാസ്സിൽ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഒട്ടും അറിയാത്തവര് വരെ ക്ലാസ്സിലുണ്ട്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവർക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു അകൽച്ച വരും. സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നമുക്കത് വേണ്ട അല്ലേ? ഇപ്പൊ ഉദിത് പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഫ്രണ്ട്ലി ആണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്തും പറയാൻ പറ്റും. നിങ്ങൾ എന്താണോ ഫേസ് ചെയ്യുന്നത്, എന്ത് പ്രോബ്ലം ആണോ ഫേസ് ചെയ്യുന്നത് വെച്ചാൽ അത് എന്നോട് പറയാൻ പറ്റും. നാച്ചുറൽ ആയിട്ടാണെങ്കിൽ പോലും സംസാരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ടൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് വരും, സ്വാഭാവികമാണ്. ഓക്കെ, സോ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാം കേട്ടോ. വഴിയേ സംസാരിക്കാം, ടൈം ഉണ്ട്. നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ ഞാൻ സംസാരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാം. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വേണം കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ചുകൂടെ ഈസിയാണ്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളെ തപ്പിയാണ് നടന്നിരുന്നത് ഇത്രയും നാൾ അല്ലെ? ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാമായിരുന്നു എന്ന് പറഞ്ഞവരാണ് എല്ലാവരും. സോ ഇത്രയും പേരുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഓക്കെ, സോ നിങ്ങൾക്ക് പരസ്പരം ഇംഗ്ലീഷ് സംസാരിക്കാവുന്നതാണ് ക്ലാസ്സിൽ. ഓക്കെ ആണോ? ഇതൊക്കെ ഇതൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം കംഫർട്ടബിൾ ആയിരിക്കണം ക്ലാസ്സിൽ. ശരിയല്ലേ? ശരിയാണ് മാഡം. ശരിയാണ്. ശരിയാ മാം. ശരിയാ മാം. സോ ആദ്യം എന്താ ചെയ്യണ്ടേ? യു നോ ഈച്ച് അതർ. പരസ്പരം അറിയാൻ ശ്രമിക്കുക. നിങ്ങൾ കണക്ട് ചെയ്യുക, ഫ്രണ്ട്ലി ആവുക. വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് വരുത്താം. അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബോണ്ടിങ് വരും. ഓക്കെ, അതുകൊണ്ട് ആ ടെൻഷൻ വേണം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് വരുത്താം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കെ ഇതെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണല്ലോ, ഞാൻ എന്ത് പറഞ്ഞാലും അവരെന്നെ കളിയാക്കില്ല, എനിക്ക് എന്തും പറയാ എന്നൊരു ധൈര്യം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലാസ്സിൽ വരും. സോ അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. എന്ത് പൊട്ടത്തിലാണെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയും. മനസ്സിലായോ? അങ്ങനെ തെറ്റ് പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും. ആരും പെർഫെക്റ്റ് അല്ല കേട്ടോ, അത് മനസ്സിലാക്കൂ. ഇവൻ ഞാൻ പോലും പെർഫെക്റ്റ് അല്ല ഇംഗ്ലീഷില്. ഓക്കെ, സോ നമ്മുടെ മിസ്റ്റേക്സിൽ നിന്ന് മാത്രമേ ഏതൊരു ലാംഗ്വേജും പഠിക്കൂ. ഓക്കെ, അതാദ്യം അക്സെപ്റ്റ് ചെയ്യാം. സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത് തെറ്റാണ്. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ ഈ ക്ലാസ്സിലാണ് സംസാരിക്കുന്നെങ്കിൽ ആരും ഒന്നും വിചാരിക്കില്ല. ഇനിയിപ്പോ പുറത്തു പോയി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് മൈൻഡിൽ വരും, അവരെന്ത് വിചാരിക്കും ഞാനത് പറഞ്ഞാലും എന്നൊക്കെ വിചാരിക്കും. അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. മനസ്സിലായോ? ഒരിക്കലും അവര് നല്ലത് പറയില്ലല്ലോ നിങ്ങളെ കുറിച്ച്. നീ നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ചുട്ടോ ആരെങ്കിലും പറയോ? ഇങ്ങനെ പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? കളിയാക്കുന്ന ഫ്രണ്ട്സ് കൂടുതലുണ്ടാവും അല്ലേ? സോ അതുകൊണ്ട് കളിയാക്കലൊക്കെ അവിടെ നടക്കും. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ കളിയാക്കിയവരൊക്കെ നിങ്ങളോട് പറയാം, നീ നന്നായിട്ട് സംസാരിക്കാൻ കേട്ടോ ഒന്ന് പറയിപ്പിക്കണം. ആ ഒരു വാശി നമ്മുടെ ഉള്ളിൽ വേണം. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, ഓക്കെ ആണോ? ടെസ്റ്റ് കഴിഞ്ഞോ ജോയിൻ ചെയ്യാത്തവർ? ഞാൻ മെസ്സേജ് കണ്ടില്ലല്ലോ. ബേസിക് മതായത് ഉൾക്കൊള്ളാൻ പറ്റും. ഓക്കെ, ബേസിക് ആണ്. പ്ലസ് ടു കഴിഞ്ഞ് ജോയിൻ ചെയ്തവർ മീൻസ് കോഴ്സിൽ ജോയിൻ ചെയ്തവരാണോ ഉദ്ദേശിച്ചത്? പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടോ? പ്ലസ് ടു കഴിഞ്ഞ് കോഴ്സിൽ ജോയിൻ ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്.
ഉണ്ടോ ആരെങ്കിലും? ഉണ്ട് ട്ടോ. ഫസ്റ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ട്. ഡിഗ്രി ക്വാളിഫൈഡ് അല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്, 10th ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്, എല്ലാ കാറ്റഗറിയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ബേസിക് ലെവൽ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒട്ടും അറിയാത്തവർക്ക് പോലും നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുമ്പോ കൂൾ ആൻഡ് റിലാക്സ് ആയിട്ട് വരും. ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇനി ഇംഗ്ലീഷ് ക്ലാസ് ആണോ എന്ന് ഇഷ്ടത്തോടു കൂടി ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, പേടിയോ ഇംഗ്ലീഷ് ക്ലാസ് ആണോ ഒന്ന് പേടിച്ച് വരണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക? ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയാണോ? ഓക്കെ ആണോ? ഇഷ്ടമായോ? കംഫർട്ടബിൾ ആണോ? അപ്പോ മിസ്സിന് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് കംഫർട്ടബിൾ അല്ലെങ്കിൽ അല്ലാന്ന് പറയാട്ടോ. ഈ ഞാനൊന്നും വിചാരിക്കും, ഞാൻ വിചാരിക്കാത്ത ഒരു ആളേ ഇല്ല. എന്തും ഓപ്പൺ ആയിട്ട് പറയാം. ക്ലാസ് മനസ്സിലാവുന്നില്ല എങ്കിലും സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും എന്നോട് പറയാം, മിസ് ക്ലാസ് മനസ്സിലാവുന്നില്ല കേട്ടോ, സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ, ഒന്ന് സ്ലോവി പറയൂ, എന്തും പറയും. അല്ലെങ്കിൽ മിസ് ഒന്നുകൂടെ പറയോ മിസ് എന്ന് ചോദിച്ചാലും ഞാൻ പറഞ്ഞു. ഓക്കെ, ക്ലാസ് ബോറിംഗ് ആണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, മാക്സിമം ഇംപ്രൂവ് ചെയ്യാൻ നോക്കും. ഓക്കെ, സോ എന്താണ് ബോറടിച്ചോ? ഇത്ര നേരം ബോറടിച്ചോ? സത്യം പറയണം കേട്ടോ. ഇല്ല ഇല്ല മാം. ഇല്ല മാം. നോ മാം. ഇല്ല മാം. ഓക്കെ, ആസ് എ ഇംഗ്ലീഷ് ടീച്ചർ ഓക്കെ ആണോ? സെറ്റ് ആണോ? പഠിക്കാൻ പറ്റും? യെസ് മാം. യെസ് മാം. യെസ് മാം. ഓക്കെ, സോ ഇപ്പോ സ്റ്റുഡൻസ് എത്ര ഉണ്ടെന്നറിയോ? മനസ്സിലായോ? ഇങ്ങനെയാണ് കേട്ടോ ഇംഗ്ലീഷ് ക്ലാസ് പൊതുവെ ഇങ്ങനെയാണ്, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ. ഓക്കെ, കോഴ്സ് കഴിയുമ്പോൾ കുറച്ച് പേരേ ഉണ്ടാവും. വിരൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ എന്റെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. അതുപോലെ ആവരുത് ഈ ഒരു ക്ലാസ്. മനസ്സിലായോ? ആണോ? താങ്ക് യു. സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ, തിരിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സപ്പോർട്ട് എനിക്കും തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനോ നടപടിയാവുന്ന കാര്യമല്ല കേട്ടോ. ഓക്കെ, നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങും. നിങ്ങൾ ഓൾറെഡി ഉണ്ടല്ലോ, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ക്ലാസ് എത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സ്വയം വിശ്വസിക്കുന്നു. ഓക്കെ, സോ ക്ലാസ് എപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കും, കൂൾ ആൻഡ് റിലാക്സ് ചെയ്ത് ക്ലാസ് മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങള് പരസ്പരം ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ചെയ്യും, അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് വരും. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കുറച്ചുകൂടെ അത് എന്താണ് കുറച്ചും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പരസ്പരം അറിഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. സിമ്പിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ബോണ്ടിങ് വേണം, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, പരിചയപ്പെടും നിങ്ങള്. എന്താണ് ഫ്രണ്ട്സ് അല്ലേ നിങ്ങൾ എല്ലാവരും? പരിചയപ്പെടൂ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. 1 hour പോയി, ബോറടിച്ചില്ല എന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പോ ഇനി എന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇതാണ് ഇംഗ്ലീഷ് ക്ലാസ്, ഇങ്ങനെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ. പേടിച്ച് ആരും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എന്താണ്, അയ്യോ നീ തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചേ? ഇനി ക്ലാസ് എന്താണെന്നാണോ? നിങ്ങൾക്ക് സംസാരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടാ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ആരും കേൾക്കും. ഇനി എന്നാണ് ക്ലാസ് എന്ന് ചോദിച്ചത്? ഐ തിങ്ക് ഫ്രൈഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ് കേട്ടോ അവന്റെ ക്ലാസ് വരുന്നത്. ഓക്കെ ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ മെസ്സേജ് കാണുന്നുണ്ട്. പക്ഷെ മാക്സിമം നിങ്ങൾ സംസാരിക്കും. കാരണം നിങ്ങളോട് സംസാരിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ആ ഒരു പേടി നിങ്ങൾ മാറാനാണ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു പേടി, അതൊന്നും മാറി കിട്ടണം.
അതിനുവേണ്ടിയാണ് എന്നോട് ഞാൻ ഈ പറയുന്നത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. എല്ലാ ക്ലാസ്സിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഓൺമ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും അവർ ക്ലാസ് എടുക്കുക പൊതുവെ അങ്ങനെയാണ്. പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ് അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഓൺമ്യൂട്ട് കൊടുത്ത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും അങ്ങനെ ഞാൻ ചെയ്യാറില്ല. കാരണം ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ച് ക്ലാസ് എടുക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് വെറുതെ കൊടുക്കാനും പാടില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. ഇന്ററാക്ട് ചെയ്യാം നമുക്ക്, അങ്ങനെ ക്ലാസ് എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എന്താ പറയുന്നത്, നിങ്ങളിവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ? കൊള്ളാട്ടോ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നല്ലോ? Yes, miss. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഗ്രൂപ്പൊക്കെ തുടങ്ങും, വേഗം തുടങ്ങും കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ that's wind up today's class. Okay, thank you all. See you on the next class. Thank you, ma'am. Thank you, ma'am. Bye. Thank you, miss. Bye, ma'am. Thank you, miss.